കഥയെ ആരംഭിക്കുന്നത് തന്നെ ഒരു സ്കൂളിൽ നിന്നുമാണ്. സ്കൂളിലെ വിദ്യാർത്ഥികൾ ഓരോരുത്തരായി വന്ന് തങ്ങൾക്ക് ഭാവിയിൽ ആരാകണം എന്ന കാര്യം ഇങ്ങനെ പോസ്റ്റേഴ്സ് ഒക്കെ കാണിച്ച് പറയുന്നുണ്ട്. കൂട്ടത്തിൽ പലരും ഡോക്ടർ ആകണമെന്നും പോലീസ് ആകണമെന്നും ആസ്ട്രോണറ്റ് ആകണം എന്നുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മാർത്ത എന്ന കുട്ടി കടന്നു വരുന്നത്. അവളുടെ കയ്യിൽ അത്തരത്തിൽ ബാനേഴ്സോ കോസ്റ്റ്യൂംസോ ഒന്നും ഉണ്ടായിരുന്നില്ല. താനൊരു ടീറക്സ് ആണ് എന്ന് പറഞ്ഞ് അവൾ ക്യാമറയ്ക്ക് മുമ്പിൽ അലറാനും മറ്റും ആരംഭിച്ചു. ടീറക്സ് എന്ന് പറയുന്നത് ഒരുതരം ഡൈനോസേഴ്സ് ആണ്. അവളുടെ താല്പര്യമൊക്കെ ഡൈനോസറുകളോടും അത്തരത്തിലുള്ള സംഗതികളോടുമായിരുന്നു. കഥ അവിടെ നിന്നും 23 കൊല്ലം അപ്പുറത്തേക്ക് പോകുന്നു. മാർത്ത ഇപ്പോൾ ഒരു യുവതിയായി മാറിയിട്ടുണ്ട്. അവളെന്ന് തന്റെ ബോയ്ഫ്രണ്ടിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നു. കുറച്ച് സെക്സി ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ബോയ്ഫ്രണ്ടിനെ സർപ്രൈസ് ചെയ്യാൻ അവിടെ നിന്ന് കുക്കിംഗ് ഒക്കെ ആരംഭിച്ചു. അവൾ അങ്ങനെ കുക്കൊക്കെ ചെയ്ത് റെഡിയായി നിൽക്കുമ്പോ കാമുകൻ കയറി വരികയാണ്. കൂടെ മറ്റൊരു ലേഡിയും ഉണ്ട്. ഇരുവരും തമ്മിൽ ഇഴചേർന്നിട്ടായിരുന്നു കടന്നു വന്നത് തന്നെ. അത് കണ്ടതും അവൾ ഞെട്ടിത്തെറിച്ചു പോയി. കാമുകനെ ഇതിനെപ്പറ്റി അവൾ ചോദ്യം ചെയ്തു. കാമുകൻ അതോടെ ഊതിവീർപ്പിച്ച ഗ്യാസ് കഥ അവളോട് പറയാൻ ആരംഭിച്ചു. നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാ ഞാൻ ഇവളെയും കൊണ്ടുവന്നത്. മൊത്തത്തിലൊന്ന് അഡ്വഞ്ചറസ് ആയിക്കോട്ടെ, നമുക്ക് 3 പേർക്കും ഒന്നിച്ച് സമയം ചെലവഴിക്കാം എന്നുമൊക്കെ അയാൾ പറഞ്ഞു. അവൾക്കത് കേട്ടതും നല്ല ദേഷ്യം വരുന്നുണ്ട്. തന്നെ കാമുകൻ ചതിച്ചതാണ് എന്നവൾക്ക് വ്യക്തമായിരുന്നു. അവൾ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. കാമുകൻ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അവൾ ഒട്ടും മടിച്ചില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന ചില്ലുകുപ്പി കാമുകന്റെ തലക്കെറിഞ്ഞുടച്ചു. കഥ അവിടെ നിന്നും സ്മാർട്ടായ ഒരു യുവാവിലേക്ക് തിരിയുന്നു. ഫ്രാൻസിസ് എന്നായിരുന്നു അവന്റെ പേര്. ആ യുവാവ് അന്നൊരു ലക്ഷറി ഹോട്ടലിലേക്ക് കടന്നു വരികയാണ്. അവൻ അങ്ങനെ തനിക്ക് ചെല്ലാനുള്ള ഒരു റൂമിലേക്ക് എത്തി. റൂമിന്റെ വാതിലിൽ മുട്ടി സമ്പന്നയായ ഒരു സ്ത്രീ വന്ന് വാതിൽ തുറക്കുകയാണ്. അല്പം പ്രായം ചെന്ന സ്ത്രീയാണ്. നിങ്ങളല്ലേ ഭർത്താവിനെ കൊല്ലാൻ ഒരു ഹിറ്റ്മാനെ ഹയർ ചെയ്തത്? അവൻ അവരോട് ചോദിച്ചു. ഞാനാണ് ആ ഹിറ്റ്മാൻ എന്ന മട്ടിൽ അവൻ പരിചയപ്പെടുത്തി. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് പാപമാണല്ലോ, അതിനുള്ള ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങണം. അത് തരാനാ ഞാൻ വന്നത് എന്ന് പറഞ്ഞ് അവൻ തന്റെ കയ്യിലെ റെഡ് ക്ലൗൺ നോസ് എടുത്ത് മൂക്കിലേക്ക് വെച്ചു. ഇത്തരത്തിൽ കൊല ചെയ്യാൻ മറ്റൊരാളെ നിയമിക്കുന്നത് വലിയ തെറ്റാണ് എന്ന് പറഞ്ഞ് അവരെ അങ്ങ് വെടിവെച്ചു കൊന്നു. ഇതേസമയം അതേ ഹോട്ടലിന്റെ പുറത്ത് ഒരു ബ്രിട്ടീഷുകാരൻ കുറെ മേഴ്സണറീസിനെ ഒരാളെ ആക്രമിക്കാൻ വിളിച്ചുകൂട്ടിയിരുന്നു. പക്ഷെ അവരൊക്കെ അൺപ്രൊഫഷണൽസ് ആണെന്ന് മനസ്സിലാക്കി അയാൾ അവരെ പറഞ്ഞുവിടുകയാണ്. പക്ഷെ അവർ പോയതാകട്ടെ ഫ്രാൻസിസിനെ ആക്രമിക്കാനായിരുന്നു. ഹോട്ടലിനകത്തും മറ്റും വെച്ച് അവർ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. പക്ഷേ ഫ്രാൻസിസ് അങ്ങനെ ഒരു നിസ്സാരക്കാരനായിരുന്നില്ല. അത്രയും പേർ ആക്രമിക്കാൻ വന്നിട്ടും അവർക്കെതിരെ പൊരുതാനും അവരെയൊക്കെ വകവരുത്തി പുറത്തു ചാടാനും ഫ്രാൻസിസിന് സാധിച്ചിരുന്നു. ഇതേസമയം മറുവശത്ത് മാർത്തയാകട്ടെ ബോയ്ഫ്രണ്ട് തേച്ചതിൽ വല്ലാതെ ദുഃഖിതയായിരുന്നു. അതിന്റെ പേരിൽ അവൾ പുലമ്പുകയും കരയുകയും വേടായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുകയും പ്രവർത്തിക്കാൻ ആരംഭിക്കുകയും ഒക്കെ ചെയ്തു. അവളെ സപ്പോർട്ട് ചെയ്യാനും സമാധാനിപ്പിക്കാനും അവളുടെ സുഹൃത്ത് സോഫി ഉണ്ടായിരുന്നു. മാർത്ത വല്ലാതെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. പെട്ടെന്ന് പോസിറ്റീവ് എനർജിയിലേക്കൊക്കെ വരും. പല കാര്യത്തിലും അവൾക്ക് കുറെ സ്കില്ലുകളൊക്കെ ഉണ്ട്. എന്തായാലും മാർത്ത ഒറ്റയ്ക്കിരിക്കണ്ട, താൻ ജോലി ചെയ്യുന്നിടത്തേക്ക് വാ എന്ന് പറഞ്ഞ് സോഫി അവളെ കൂട്ടിക്കൊണ്ടുപോയി. സോഫി വർക്ക് ചെയ്തിരുന്നത് ഒരു പെറ്റ് ഷോപ്പിലായിരുന്നു. അവിടെ ഒരു പൂച്ചയെ വളരെ കൗതുകത്തോടെ മാർത്ത നോക്കിക്കാണുന്നുണ്ട്. അതിനെ സൂക്ഷിക്കണം, അപകടമാണെന്നൊക്കെ സോഫി പറഞ്ഞെങ്കിലും മാർത്ത അതൊന്നും കാര്യമാക്കിയില്ല. എന്തിനേറെ പറയുന്നു, പിന്നെ ഇരുവരെയും കണ്ടത് ഹോസ്പിറ്റലിലായിരുന്നു. പൂച്ച മാന്തിയ നല്ല പരിക്ക് ഇരുവരുടെയും ദേഹത്തുണ്ട്. താൻ കാരണം സോഫിക്ക് അങ്ങനെ വന്നതിന് മാർത്ത സോഫിയോട് ക്ഷമ ചോദിച്ചു. നീ വേഗം വീട്ടിലേക്ക് പോക്കോ എന്നായിരുന്നു സോഫിയുടെ മറുപടി. കഥ അവിടെ നിന്നും ഫ്രാൻസിസിനെ കൊല്ലാൻ പറഞ്ഞുവിട്ട് വാനിനകത്തുണ്ടായിരുന്ന ബ്രിട്ടീഷ് പൗരനിലേക്ക് തിരിയുന്നു. അയാളുടെ പേര് ഹോപ്പർ എന്നാണ്. എങ്ങോട്ടേക്ക് പുറപ്പെടാൻ അയാൾ തയ്യാറെടുക്കുകയായിരുന്നു. ആ സമയം ഒരു ഓട്ടോമേറ്റഡ് മെസ്സേജും അയാൾക്ക് വന്നത് ഹോപ്പർ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ പുതിയ ഐഡന്റിറ്റി ഒരു ഡിറ്റക്റ്റീവിന്റേതാണെന്നും ലിയോനാർഡ് നോക്സ് എന്നാണ് പുതിയ ഐഡന്റിറ്റിയിലെ പേരെന്നും ഹോപ്പർ കേട്ടറിഞ്ഞു. ന്യൂ ഓർലാൻഡ്സ് പോലീസ് നിങ്ങൾക്ക് വേണ്ടി സർവ് ചെയ്യാൻ പാകത്തിന് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നും ഹോപ്പർ കേട്ടു മനസ്സിലാക്കി. കൂട്ടത്തിലൊരു വാണിംഗും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ടാർഗറ്റുമായി മുൻബന്ധമുള്ളതാണ്. അതുകൊണ്ട് എന്തെങ്കിലും പാളിച്ച സംഭവിച്ചാൽ അതൊരിക്കലും പൊറുക്കുന്നതായിരിക്കില്ല. അവിടെ നിന്ന് പുറപ്പെട്ട ഹോപ്പർ തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ഡിറ്റക്റ്റീവ് പാട്രിക്കിനെ ചെന്നു കണ്ടു. കഥയവിടെ നിന്നും വീണ്ടും മാർത്തയിലേക്ക് തിരിയുന്നു. മാർത്ത ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിരിക്കുകയായിരുന്നു. സാധനങ്ങളെടുത്ത് തിരിഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരാളുമായി കൂട്ടിമുട്ടുന്നത്. അത് ഹിറ്റ്മാനായ ഫ്രാൻസിസ് ആയിരുന്നു. കണ്ട മാത്രയിൽ അവർക്കിടയിൽ ഒരു സ്പാർക്ക് ഉണ്ടാകുന്നുണ്ട്. മാർത്തയെ കണ്ടതും താല്പര്യം തോന്നിയ ഫ്രാൻസിസ് മാർത്തയെ ഒരു ഡേറ്റിന് പോവാൻ ക്ഷണിച്ചു. കാണാൻ നീ നല്ല സുന്ദരിയാണ് എന്നും ഫ്രാൻസിസ് മാർത്തയോട് പറഞ്ഞു. നിങ്ങൾ എങ്ങോട്ടെ ഇത്ര ധൃതിയിൽ എന്ന മട്ടിൽ മാർത്ത ചോദിച്ചപ്പോ എന്നെ കുറെ ഇന്റർനാഷണൽ ഹിറ്റ്മാൻസ് കൊല്ലാൻ വരുന്നുണ്ട്, അവരിന്ന് രക്ഷപ്പെടുക എന്നായിരുന്നു ഫ്രാൻസിസിന്റെ മറുപടി. ഫ്രാൻസിസ് പറഞ്ഞത് സത്യമാണെങ്കിലും തമാശ രീതിയിലായിരുന്നു മാർത്ത മനസ്സിലാക്കിയത്. പിന്നാലെ അവർ ബില്ലിംഗ് കൗണ്ടറിലെത്തി. മാർത്ത ചോദിച്ചു, ഞാൻ എന്തിനാ നിങ്ങളുടെ കൂടെ ഹാങ് ഔട്ട് ചെയ്യണം? കൃത്യമായിട്ട് 2 വാക്കിലങ്ങ്
പറയാമോ, പറഞ്ഞില്ലെങ്കിൽ എന്ന് ചോദിച്ചിട്ട് ഫ്രാൻസിസ് തന്റെ പിരികം വല്ലാത്ത രീതിയിൽ ഉയർത്തി കാണിച്ചു. അത് കണ്ട് മാർത്തയ്ക്ക് ചിരി വന്നിരുന്നു. ഇരുവരും കുറച്ച് ഫുഡൊക്കെ മേടിച്ച് അടുത്തുള്ള പാർക്കിൽ പോയി. കുറച്ചുനേരം സംസാരിച്ചപ്പോൾ തന്നെ ഇരുവർക്കുമിടയിൽ ഒരു ബോണ്ട് രൂപപ്പെട്ടിരുന്നു. എന്തായാലും അവർ പാർക്കിലേക്ക് നടന്നു. മാർത്ത പറഞ്ഞു, മുമ്പത്തെ എന്റെ ബോയ് ഫ്രണ്ട്സ് ഒക്കെ വെറും കൂതറകളായിരുന്നു, പിന്നിൽ നിന്ന് ചതിക്കുന്നവന്മാർ. അതുകൊണ്ട് എനിക്കെന്തെങ്കിലും അപകടമുണ്ടോ എന്ന മട്ടിലായി അവന്റെ ചോദ്യം. ഏയ്, അങ്ങനൊന്നുമില്ല. ഇതിപ്പോ വലിയ സീക്രട്ട് ആക്കി വെക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ. എന്റെ എക്സ് ഒരു പ്രൊഫസർ ആയിരുന്നു, പക്ഷേ എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പോലും സാധിച്ചില്ല. പാലിയന്റോളജിയിലും ഡൈനോസൈസിലുമുള്ള തന്റെ താല്പര്യവും സ്നേഹവും ഒക്കെ മാർത്ത ആ സമയം വലിയ കാര്യത്തിൽ ഫ്രാൻസിസിനോട് പങ്കുവെക്കുന്നുണ്ട്. ഇരുവരും അങ്ങനെ സംസാരിച്ചു നടക്കുമ്പോ അവരെ ടാർഗറ്റ് ചെയ്ത് ഒരു സ്നൈപ്പർ അവിടെ പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ബിൽഡിംഗിൽ വെച്ച്, ഹോട്ടലിൽ വെച്ച് ഫ്രാൻസിസ് ആക്രമിക്കപ്പെട്ടിരുന്നല്ലോ. ആ സമയത്ത് രക്ഷപ്പെട്ട ഒരേ ഒരു വ്യക്തിയായിരുന്നു അവൻ. ഫ്രാൻസിസിനും മാർത്തയ്ക്കും ചില സ്പെഷ്യൽ സ്കില്ലുകൾ ഉണ്ട്. മാർത്ത അത് തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ ഫ്രാൻസിസിന് ആ സ്കില്ലുകൾ ആക്ടിവേറ്റഡ് ആയിരുന്നു. അതായത് ആക്രമിക്കാൻ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ചില സംഭവങ്ങൾ നടക്കാൻ പോയാൽ അത് മുൻകൂട്ടി അറിയാൻ സാധിക്കും. ഫ്രാൻസിസ് ആ സ്നൈപ്പറുടെ സാന്നിധ്യം അതുപോലെ മുൻകൂട്ടി കണ്ടു. അവന് നേരെ ബുള്ളറ്റ് വന്നപ്പോ വളരെ വിദഗ്ധമായി ഫ്രാൻസിസ് ഒഴിഞ്ഞു മാറി. മാർത്തയ്ക്ക് നേരെ വരുമെന്ന് കണ്ടതും ഒരു ഡാൻസ് മൂവ്മെന്റ് എന്ന പോലെ മാർത്തയെ കറക്കിക്കൊണ്ട് എല്ലാ ബുള്ളറ്റിൽ നിന്നും ഫ്രാൻസിസ് അവളെ രക്ഷപ്പെടുത്തി. ആ ഒരു സമയത്ത് ഒരു സംശയം ഉടലെടുക്കുന്നുണ്ട്. മാർത്തയെ തനിക്കൊരു പ്രൊട്ടക്ഷൻ പോലെ ഫ്രാൻസിസ് കൊണ്ടു നടക്കുന്നതാണോ, അതോ ഇനി അവന് ശരിക്കും അവളോട് താല്പര്യമുണ്ടോ? എന്തായാലും അവിടെ നിന്ന് പോന്നിയവർ ഒരു ഡാൻസിംഗ് സെന്ററിൽ എത്തി. അവിടെ ഡാൻസ് ഒക്കെ ചെയ്ത് കുറെ സമയം ചെലവഴിച്ചു. വീണ്ടും തമാശ രീതിയിലും രസകരമായും ഒരുപാട് നല്ല നിമിഷങ്ങൾ അവർക്കിടയിൽ സംഭവിച്ചു. ഫ്രാൻസിസിനും മാർത്തയോട് യഥാർത്ഥത്തിൽ പ്രണയ താല്പര്യമുണ്ട് എന്ന് വൈകാതെ വ്യക്തമാവുന്നുണ്ടായിരുന്നു. അവളോട് ചെറിയ തമാശകളൊക്കെ പറഞ്ഞ് തന്റെ റെഡ് നോസ് ഒക്കെ എടുത്തു വെച്ചിട്ടായിരുന്നു അവൻ നടന്നിരുന്നത്. ഇത്ര തമാശയായിട്ടുള്ള സെന്റിമെന്റലായിട്ടുള്ള ഒരാളെ തന്നെ ആദ്യമായിട്ടാ പരിചയപ്പെടുന്നത് എന്ന മട്ടിൽ മാർത്ത ഒരു കോംപ്ലിമെന്റ് പോലെ അവനോടൊന്ന് പറയുകയും ചെയ്തു. അവർ അന്ന് പരസ്പരം ചുംബിക്കുകയും അവൾ അവനെ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഇരുവരും അങ്ങനെ മാർത്തയുടെ അപ്പാർട്ട്മെന്റിലെത്തി. അവൾ റൂമിലെത്തിയതും തന്റെ ഡ്രാഗൺ നൈറ്റ് ഡ്രസ് എടുത്ത് ധരിച്ചു. അന്ന് കുറച്ച് വർത്താനം പറഞ്ഞ് കെട്ടിപ്പിടിച്ചായിരുന്നു അവർ ഉറങ്ങിയത്. പിറ്റേന്ന് പുലർച്ചെ അവൾ എഴുന്നേൽക്കുമ്പോ ഫ്രാൻസിസ് അവിടെ ഉണ്ടായിരുന്നില്ല. അവനവിടെ ഒരു പേപ്പറിൽ ചിലതൊക്കെ വരച്ചു വെച്ചിരുന്നു. തനിക്ക് ജോലിക്ക് പോകണമെന്നും ഇന്ന് വൈകുന്നേരം നിന്നെ കണ്ടോളാം എന്നുമായിരുന്നു അതിൽ അവൻ എഴുതിയിരുന്നതും. ഇതേസമയം മറുവശത്ത് ഹോപ്പറും പോലീസ് ചീഫും ചേർന്ന് ഫ്രാൻസിസിനായുള്ള തിരച്ചിലാണ്. ഹോപ്പർ തന്റെ കൂടെയുണ്ടായിരുന്ന വ്യക്തിയോട് പറഞ്ഞു, FBI അവന് പിന്നാലെ കഴിഞ്ഞ 10 കൊല്ലമായിട്ടുണ്ട്, CIA 15 കൊല്ലമായിട്ട്, ഞാൻ തന്നെ ഇപ്പോ 5 കൊല്ലമായി അവന്റെ പിന്നാലെയുണ്ട്. എന്താ പിന്നെ പ്രശ്നം? നേരിട്ട് ചെന്ന് അവനെ ഇപ്പോ അങ്ങ് അറസ്റ്റ് ചെയ്യാൻ പാടില്ലേ? പോലീസ് ചീഫ് ഹോപ്പറോട് ചോദിച്ചു. ഹോപ്പർ പറഞ്ഞു, അത് കുറച്ച് പ്രശ്നമാണ്. ഒരു ആക്രമണം നടന്നാൽ സിവിലിയൻസിന് പരിക്കേൽക്കും, അത് പിന്നീട് വലിയ പ്രശ്നമാകും. ഇതേസമയം മറുവശത്ത് റൂമിൽ നിന്ന് മാർത്ത പുറത്തേക്ക് വന്നിരുന്നു. സോഫി അവളെ വെൽക്കം ചെയ്തു. എന്തൊക്കെയായി നടക്കുന്നേ എന്ന് ചോദിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യുകയായിരുന്നു സോഫി മാർത്തയെ കളിയാക്കി. എന്തായാലും ഒരു കാമുകനെ കിട്ടിയല്ലോ, സൂക്ഷിക്കണം എന്ന മട്ടിലൊക്കെ അവൾ പറഞ്ഞപ്പോ, എന്താ കാമുകന്റെ പേരെന്ന് ചോദിച്ചപ്പോ അത് പറയാൻ മാർത്തയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഫ്രാൻസിസിന്റെ പേര് പോലും മാർത്ത അതുവരെ ചോദിച്ചിരുന്നില്ല. ഉടൻ സോഫി പറഞ്ഞു, പേര് പോലും അറിയാത്ത ഒരാളുടെ കൂടെയാണോ ഇന്നലെ നീ കിടന്നേ? അതെന്ത് വലിയ റെഡ് ഫ്ലാഗ് ആണെന്നറിയോ? ഉടൻ വന്നു മാർത്തയുടെ മറുപടി, ഏയ് ഞങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല, വെറുതെ കെട്ടിപ്പിടിച്ചങ്ങ് കിടന്നുറങ്ങി. അതിനിപ്പോ ഒരാളുടെ പേരറിയണമെന്നുണ്ടോ? സോഫി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവളുടെ കാമുകനെ മിസ്റ്റർ റൈറ്റ് എന്ന പേരിൽ സോഫി പേരിട്ട് വിളിക്കാൻ തുടങ്ങി. ഇതേസമയം മറുവശത്ത് പാർക്കിൽ വെച്ച് ഫ്രാൻസിസിനെ കൊല്ലാൻ ശ്രമിച്ച സ്നൈപ്പർ ഉണ്ടല്ലോ, എസ്പിനോസ എന്നാണ് അവന്റെ പേര്. എസ്പിനോസ അവന് കൊട്ടേഷൻ കൊടുത്തിരുന്ന ഹോപ്പറെ വിളിച്ചു. അടുത്തതെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. എസ്പിനോസക്കും ഹോപ്പറിനും ഫ്രാൻസിസിന് മേൽ വലിയ ദേഷ്യമുണ്ട്. അവനെ കൊലപ്പെടുത്തുകയാണ് ഇരുവരുടെയും ലക്ഷ്യം. ഹോപ്പർ പറഞ്ഞു, ഫ്രാൻസിസിനെ പറ്റി എല്ലാം എനിക്കറിയാം, ഞാനായിരുന്നു അവനെ ട്രെയിൻ ചെയ്തത്, അതുകൊണ്ട് അവനെ അങ്ങനെ പിടിക്കലും കൊല്ലലും ഒന്നും അത്ര എളുപ്പമല്ല. തൽക്കാലം നമുക്കൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കാം. ആ സമയമാണ് ഡിറ്റക്റ്റീവ് പാട്രിക് കടന്നു വന്നത്. അതോടെ ബ്രിട്ടീഷ് ആക്സെന്റിൽ സംസാരിക്കുകയായിരുന്ന ഹോപ്പർ തന്റെ ഫേക്ക് ഐഡന്റിറ്റിയിലേക്ക് മാറി അമേരിക്കൻ ആക്സെന്റിൽ സംസാരിക്കാൻ തുടങ്ങി. ഡിറ്റക്റ്റീവ് പാട്രിക് ഫ്രാൻസിസിനെ പറ്റി പറഞ്ഞ സമയത്ത് ഫ്രാൻസിസിന്റെ കൂട്ടാളിയായിരുന്ന ഹോപ്പറെ പറ്റി ചോദിച്ചു. തന്റെ മുമ്പിലിരിക്കുന്ന ആളാണ് ഹോപ്പർ എന്നാ പാവം പാട്രിക്കിന് അറിയാൻ പാടുണ്ടായിരുന്നില്ല. ഹോപ്പർ ഒരു സീക്രട്ട് ഏജന്റും വേഷം മാറാൻ അതിവിദഗ്ധമായ കഴിവുള്ളവനുമായിരുന്നല്ലോ. CIA-യില് ഈ ഫ്രാൻസിസിനൊപ്പം അയാളും ജോലി നോക്കിയിട്ടുള്ളതല്ലേ. ഫേക്ക് ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് ഹോപ്പർ തന്നെ പറ്റി മറുപടി കൊടുത്തു. താനിപ്പോ പ്രധാനമായിട്ടും ഈ ഫ്രാൻസിസിന്റെ കാര്യത്തിലാ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നേ. കഴിഞ്ഞ 12 കൊല്ലമായി ഹോപ്പർ പറ്റി അറിവൊന്നുമില്ല, ചിലപ്പോ മരണപ്പെട്ട് കാണും. സമയം രാത്രിയായി. പറഞ്ഞ പോലെ മാർത്തയും ഫ്രാൻസിസും നേരിട്ട് കണ്ടു. അവരൊരു പ്രോപ്പർ ഡേറ്റിനായി പോയി. പക്ഷേ ഇതിനിടയിൽ അങ്ങോട്ടേക്ക് എസ്പിനോസ കടന്നു വന്നു. ഫ്രാൻസിസിനെ കൊല്ലണം എന്ന ലക്ഷ്യവുമായിട്ടാണ് അവന്റെ വരവ്.
വിദഗ്ധമായ ഇടയ്ക്ക് വെച്ച് കാര്യം മനസ്സിലാക്കി ഫ്രാൻസിസ് പുറത്തിറങ്ങി. അവിടുത്തെ തെരുവിൽ വെച്ച് ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടി. ഒടുവിൽ എസ്പിനോസയെ ഫ്രാൻസിസിന് കൊലപ്പെടുത്തേണ്ടി വന്നു. പിന്നീട് അവൻ വീണ്ടും മാർത്തയുടെ മുമ്പിലേക്ക് എത്തി. എവിടെ പോയതാ എന്ന മട്ടിൽ മാർത്ത ചോദിച്ചപ്പോ ഫ്രാൻസിസ് പറഞ്ഞു, അത് ആ പാർക്കിംഗ് ലോട്ടിൽ വെച്ച് ഒരുത്തനെന്നെ ആക്രമിച്ചു, അവൻ എനിക്ക് കൊല്ലണ്ട വന്നു. ഫ്രാൻസിസ് പറഞ്ഞത് സത്യമാണെങ്കിലും മാർത്ത അത് തമാശയായിട്ടായിരുന്നു എടുത്തത്. കഥ അവിടെ നിന്നും വോണെന്നും മൂണെന്നും പേരുള്ള രണ്ടുപേരിലേക്ക് തിരിയുന്നു. അവർ പാർട്ട്നേഴ്സ് ആയിരുന്നു. അവരെന്ന് വോണിന്റെ സഹോദരൻ റിച്ചാർഡിനെ കാണുകയാണ്. ഒരാളെ കൊല്ലുവാൻ ഫ്രാൻസിസിനെ ഹയർ ചെയ്യാൻ റിച്ചാർഡിനെ വോൺ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രാൻസിസിനെ ഹയർ ചെയ്താൽ ഹയർ ചെയ്യുന്നവരെ ഫ്രാൻസിസ് കൊല്ലും എന്ന് വോണിന് അറിയാമായിരുന്നു. അത് വെച്ച് റിച്ചാർഡിനെ ഇല്ലായ്മ ചെയ്താൽ റിച്ചാർഡിന്റെ അധീനതയിലുള്ള സ്വത്തുക്കളും മയക്കുമരുന്ന് മേഖലയും എല്ലാം തന്റെ കൈവശം വരും എന്നായിരുന്നു വോൺ ചിന്തിച്ചത്. എതിരാളിയെ കൊല്ലാൻ വേണ്ടി ഫ്രാൻസിസിനെ ഹയർ ചെയ്യാൻ വോൺ റിച്ചാർഡിനെ നിർബന്ധിച്ചു. ഒടുവിൽ റിച്ചാർഡ് അതിന് വഴങ്ങുകയും ചെയ്തു. ഇതേസമയം മറുവശത്ത് മാർത്തയും ഫ്രാൻസിസും ഫ്രാൻസിസിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നിരുന്നു. അവിടെ അവർ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ തുടങ്ങി. എന്താ നിന്റെ പേര്? മാർത്ത ചോദിച്ചു. ഫ്രാൻസിസ് പറഞ്ഞു, എന്റെ പേര് അതങ്ങനെ പറയാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അതത്ര നല്ല പേരൊന്നുമല്ല, നിനക്കിഷ്ടമുള്ളത് എന്നെ വിളിച്ചു. ആ സമയത്താണ് മാർത്ത ഫ്രാൻസിസിനോട് ആ ഒരു കാര്യം ചോദിച്ചത്. ഫ്രാൻസിസിന് വളരെ പെട്ടെന്നുള്ള റിഫ്ലക്സുകൾ ഉണ്ട്. എന്തെങ്കിലും ഒരു അപകടം വന്നാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊക്കെയുള്ള കഴിവ് അതങ്ങനെ സാധിക്കുന്നു. ഫ്രാൻസിസ് അതിനെപ്പറ്റിയുള്ള ഒരു വിശദീകരണം മാർത്തയ്ക്ക് കൊടുത്തു. എല്ലാ ഉപകരണങ്ങളിലും ഒരു കറന്റ് ഉണ്ട്. പൊതുവെ ആളുകളൊക്കെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. നമ്മളും അതിന്റെ അതേ ഫ്ലോയിൽ ചിന്തിച്ചാൽ, ആ രീതിയിൽ പ്രവർത്തിച്ചാൽ നമുക്കെന്തും മുൻകൂട്ടി കാണാൻ പറ്റും. അത് ചിലർക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. തങ്ങൾക്കിടയിൽ മുകളിലേക്ക് ഫ്രാൻസിസ് ഒരു കത്തിയിട്ടു. താഴേക്ക് വീഴുമ്പോ വളരെ കൃത്യമായി അത് കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തു. മാർത്ത അത് കണ്ട് ഞെട്ടിയിരുന്നു. ദേഷ്യത്തിൽ അവൾ പോവാനിറങ്ങി. അപ്പോഴാണ് നിനക്കും അത് പറ്റുമെന്ന് പറഞ്ഞ് ഫ്രാൻസിസ് മാർത്തയ്ക്ക് നേരെ ഒരു കത്തി വലിച്ചെറിയുന്നത്. ഫ്രാൻസിസ് പറഞ്ഞ പോലെ പ്രവർത്തിച്ചപ്പോ അവളുടെ കയ്യിൽ ഒരു പരിക്കുമേൽക്കാതെ ആ കത്തി പിടിച്ചു നിർത്താൻ മാർത്തയ്ക്കും സാധിച്ചു. വീണ്ടും വീണ്ടും കത്തികൾ എറിഞ്ഞുകൊണ്ട് മാർത്തയ്ക്കും അത്തരത്തിലൊരു സ്കില്ലുണ്ട് എന്ന് ഫ്രാൻസിസ് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു. മാർത്ത വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അടുത്ത ദിവസം ഫ്രാൻസിസും മാർത്തയും കൂടി പുറത്തുപോയി. തനിക്കൊരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ഫ്രാൻസിസ് പോന്നത്. കാറിൽ മാർത്തയെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ക്ലയന്റിനെ കാണാൻ ബ്രിഡ്ജിലേക്ക് ഫ്രാൻസിസ് ഇറങ്ങിച്ചെന്നു. ആ വന്ന വ്യക്തിയാകട്ടെ റിച്ചാർഡ് പറഞ്ഞുവിട്ടതായിരുന്നു. മൂൺ ദൂരെ നിന്ന് ആ മീഡിയേറ്ററുടെയും ഫ്രാൻസിസിന്റെയും മീറ്റിംഗ് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. മൂൺ തന്റെ അടുത്തുണ്ടായിരുന്ന വോണിനോട് പറഞ്ഞു, ഫ്രാൻസിസിനെ ഹയർ ചെയ്യാൻ വേണ്ടി റിച്ചാർഡ് നേരിട്ട് വന്നിട്ടില്ല, ഒരു മധ്യസ്ഥനെ അയച്ചിരിക്കുകയാണ്. ഫ്രാൻസിസ് തന്റെ മുമ്പിൽ വന്ന മധ്യസ്ഥനോട് ആരാ നിന്നെ പറഞ്ഞയച്ചതെന്ന് ചോദിച്ചു. അയാളത് പറയാൻ തയ്യാറായിരുന്നില്ല. ഫ്രാൻസിസ് ഒട്ടും മടിച്ചില്ല. തന്റെ തോക്കെടുത്ത് അവനെ അങ്ങ് വെടിവെച്ചു കൊന്നു. കാറിലിരുന്ന മാർത്ത അത് നോക്കിക്കണ്ടിരുന്നു. അവൾ ഞെട്ടിവിറച്ചു. തന്നെ തിരികെ വീട്ടിലാക്കാൻ മാർത്ത പറഞ്ഞു. തനിക്ക് കുറച്ച് സ്പേസ് വേണം എന്നും മാർത്ത ഫ്രാൻസിസിനോട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. മറുവശത്ത് റിച്ചാർഡ് ആകട്ടെ താൻ പറഞ്ഞു വിട്ടയാളെ ഫ്രാൻസിസ് കൊന്നല്ലോ, അതെന്തിനാണെന്ന് മനസ്സിലാവാതെ ആകെ ദേഷ്യത്തിലായിരുന്നു. മൂണിനോടും സഹോദരനോടും മാർത്തയുടെ വീട്ടിലേക്ക് പോയി അവിടെ വെയിറ്റ് ചെയ്യാനും ഫ്രാൻസിസ് വരുമ്പോ അവനെ അങ്ങ് വകവരുത്തിയേക്കാനും റിച്ചാർഡ് ഉത്തരവിട്ടു. 10 പേരെ കൂട്ടിക്കൊണ്ടു പൊക്കോളാനും റിച്ചാർഡ് പ്രത്യേകം പറഞ്ഞിരുന്നു. ഇതേസമയം മറുവശത്ത് ഏജന്റായി എത്തിയ ഹോപ്പറും പാട്രിക്കും കൂടി മാർത്തയെ കണ്ട് ഫ്രാൻസിസ് ആരാണെന്ന കാര്യം മാർത്തയോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. നീ വിചാരിക്കും പോലെ അവനൊരു സാധാരണക്കാരനല്ല. അവന്റെ പേര് ഫ്രാൻസിസ് മഞ്ചെന്നാണ്. അവൻ മുമ്പ് CIA ഭാഗമായിരുന്നു. CIA ഏറ്റവും ബെസ്റ്റ് കില്ലർ. ഒടുവിൽ അതൊക്കെ വിട്ട് അവൻ പുറത്തു ചാടി ഒരു ഹിറ്റ്മാനായിട്ട് മാറി. പക്ഷേ അവനെ ആരാണോ ഹയർ ചെയ്യുന്നത് അവരെയാണ് അവൻ കൊലപ്പെടുത്തുക. ആരെയെങ്കിലും കൊലപ്പെടുത്താൻ ഒരാളെ വിചാരിക്കുന്നത് തന്നെ തെറ്റാണ് എന്നൊരു മോറൽ കോഡ് അവൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൊല്ലാൻ തീരുമാനിക്കുന്നവരെ അവൻ കൊന്നുതള്ളുന്നത്. ഇനി ഫ്രാൻസിസ് നീയുമായി ബന്ധപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ വിവരമറിയിക്കണം എന്ന് പറഞ്ഞായിരുന്നു ഹോപ്പർ അന്ന് അവിടെ നിന്ന് മടങ്ങിയത്. മാർത്തയാണെങ്കിൽ ആകെ ഷോക്കായിട്ടിരിക്കുകയാണ്. അധികം വൈകാതെ ഫ്രാൻസിസിന്റെ കോൾ മാർത്തയ്ക്കെത്തി. താൻ അവളെ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു കോൾ. മാർത്ത അധികം വൈകാതെ ഹോപ്പറെ ചെന്ന് കണ്ടു. ഫ്രാൻസിസിനെ പറ്റി വിവരം തന്ന തനിക്കെന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന് അവൾ ചോദിച്ചു. ഹോപ്പർ പറഞ്ഞു, ഫ്രാൻസിസ് അങ്ങനെ ഒരു സാധാരണക്കാരനൊന്നുമല്ല. ഒരിക്കൽ ഒരു മയക്കുമരുന്ന് സിൻഡിക്കേറ്റ് അവനെ ഹയർ ചെയ്തു. അവൻ ആ സിൻഡിക്കേറ്റിനെ തന്നെ മുഴുവനായും ഇല്ലാതാക്കി. അതല്ല ഞാൻ ചോദിച്ചത്, ഫ്രാൻസിസ് എന്നെ കൊല്ലുകയോ മറ്റോ ചെയ്യോ? ഹോപ്പർ പറഞ്ഞു, അങ്ങനെ തോന്നുന്നില്ല. നിന്റെ അടുക്കൽ അവന്റെ ബിഹേവിയർ ഒക്കെ വളരെയധികം ഡിഫറന്റ് ആണ്. മാർത്ത തന്റെ വീട്ടിലേക്ക് എത്തി. ഹോപ്പർ ആണെങ്കിൽ മാർത്തയെ പിന്തുടർന്ന് അവളുടെ പിന്നാലെയുണ്ട്.
ഫ്രാൻസിസും എത്തിച്ചേർന്നിരുന്നു. ഫ്രാൻസിസ് ഒട്ടും മടിച്ചില്ല. ഹോപ്പറെ കണ്ടതും ഹോപ്പറെ പിന്നിൽ നിന്ന് വന്ന് ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് മയക്കി വീഴ്ത്തി. പിന്നാലെ വലിച്ചിഴച്ച് മാർത്തയുടെ അപ്പാർട്ട്മെന്റിനകത്തേക്ക് എത്തിച്ചു. മാർത്ത ആകെ ഷോക്കിങ്ങിലായിരുന്നു. ഇതൊന്നും ശരിയാവില്ല. ഫ്രാൻസിസിനോട് ഇവിടുന്ന് പോവാനൊക്കെ മാർത്ത ആദ്യം പറഞ്ഞു. പക്ഷേ ഫ്രാൻസിസ് താൻ ആരാണെന്നും താൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നും അതിലെ യുക്തി എന്താണ് എന്നുള്ള കാര്യമൊക്കെ മാർത്തയോട് വിശദീകരിച്ചു. മാർത്ത ഫ്രാൻസിസിനോട് ക്ഷമിക്കാനും തയ്യാറായി. ഇതേസമയം പുറത്ത് റിച്ചാർഡിന്റെ ആളുകൾ എത്തിച്ചേർന്നിരുന്നു. അവർ അപ്പാർട്ട്മെന്റ് ചുറ്റിവളയുകയാണ്. അത് കണ്ട് പുറത്തുണ്ടായിരുന്ന ഡിറ്റക്റ്റീവ് പാട്രിക് അപ്പാർട്ട്മെന്റിലേക്ക് പോയിരുന്ന ലിയോനാർഡ് എന്ന ഫേക്ക് ഐഡന്റിറ്റിയിലുള്ള ഹോപ്പർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വോക്കി ടോക്കിയിലൂടെ പാട്രിക് പറയുന്നത് മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന ഫ്രാൻസിസും മാർത്തയും കേട്ടിരുന്നു. ആ സമയമാണ് സോഫി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഫ്രാൻസിസ് ഒരു FBI ഏജന്റിനെ കൊന്നു എന്ന മട്ടിൽ സോഫി സംസാരിക്കാൻ തുടങ്ങി. ഫ്രാൻസിസ് പറഞ്ഞു, അയാൾ ചത്തിട്ടൊന്നുമില്ല, അയാൾക്ക് ജീവനുണ്ട്. പിന്നെ നിങ്ങൾ കരുതും പോലെ അയാൾ ഒരു FBI ഏജന്റ് ഒന്നുമല്ല. മുമ്പ് ഞങ്ങൾ സർവീസിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തു വന്നു. അയാൾ എന്നെ ഒരു ഹിറ്റ്മാൻ ആവാൻ നിർബന്ധിച്ചു. പക്ഷെ ഞാൻ അതിന് തയ്യാറായില്ല. ഹിറ്റ്മാൻ ജോലി തരുന്നവരെ കുറ്റവാളികളെ കൊല്ലാൻ തുടങ്ങി. അതോടെ അയാൾ എനിക്കെതിരെ തിരിഞ്ഞു. ഇപ്പോ എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. അയാൾ യാഥാർത്ഥ്യത്തിൽ ഒരു ക്രിമിനലാണ്. ഫ്രാൻസിസ് കാര്യങ്ങൾ മാർത്തയോട് വിശദീകരിച്ചു പറഞ്ഞു. ഫ്രാൻസിസിനെ വിശ്വസിക്കാൻ മാർത്ത തയ്യാറായി. പിന്നാലെ പിൻവഴിയിലൂടെ രക്ഷപ്പെടാൻ മാർത്തയും ഫ്രാൻസിസും ശ്രമം ആരംഭിച്ചു. പക്ഷെ അങ്ങോട്ടേക്ക് റിച്ചാർഡിന്റെ ആളുകൾ വന്നിരുന്നു. ഫ്രാൻസിസ് അവരെ എതിരിട്ടു. അതിൽ ഒരാളുടെ പേര് സ്റ്റീവ് എന്നായിരുന്നു. സ്റ്റീവിനെ റിച്ചാർഡ് ഹയർ ചെയ്തതാണ്. നീണ്ട ഫൈറ്റിൽ സ്റ്റീവിനാൽ ഫ്രാൻസിസിന് പരിക്കേറ്റു. ഫ്രാൻസിസ് താഴെ വീണു. പിന്നാലെ വോണും മൂണും മറ്റും എത്തി ഫ്രാൻസിസിനെ അറ്റാക്ക് ചെയ്തിരുന്നു. പിന്നാലെ വോണും മൂണും കൂടി മാർത്തയെ ബന്ദിയാക്കി ഫ്രാൻസിസിനെ വെറുതെ വിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പോകുന്നതിനു മുമ്പ് മാർത്തയെ തങ്ങളുടെ അടുത്ത് വന്ന് നിനക്ക് പറ്റുമെങ്കിൽ രക്ഷിക്കടാ എന്ന് ഫ്രാൻസിസിനെ വെല്ലുവിളിച്ചിട്ടായിരുന്നു വോൺ പോയത്. തൊട്ടു പിന്നാലെ അങ്ങോട്ടേക്ക് ഹോപ്പർ കടന്നു വന്നു. അവർ തമ്മിൽ അവരുടെ പാസ്റ്റിനെ പറ്റി സംസാരമുണ്ടായി. ഫ്രാൻസിസ് എത്ര വലിയ ഒരു കൊലപാതകിയായിരുന്നു എന്നൊക്കെ ഹോപ്പർ പറയുന്നുണ്ടായിരുന്നു. ആ സമയമാണ് ഡിറ്റക്റ്റീവ് പാട്രിക് അങ്ങോട്ടേക്ക് വന്നത്. ഹോപ്പർ ആരെന്ന് തിരിച്ചറിഞ്ഞ് പാട്രിക് അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടി. ഹോപ്പർ ഒട്ടും മടിച്ചില്ല. ഡിറ്റക്റ്റീവ് പാട്രിക്കിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഈ തക്കത്തിന് താഴെ വീണ് കിടന്നിരുന്ന ഫ്രാൻസിസ് അവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു. ഇതേസമയം തട്ടിക്കൊണ്ടുപോയ മാർത്തയെ വോണും മൂണും തങ്ങളുടെ ഇടത്തേക്ക് എത്തിച്ചിരുന്നു. മാർത്തയെ വിരട്ടാൻ വോൺ നോക്കി. അവളെ 2-3 തവണ തല്ലി. മാർത്ത പക്ഷേ ഭയന്നതേയില്ല. ഫ്രാൻസിസ് എന്നെ രക്ഷപ്പെടുത്താൻ വരും. ഇനി ഫ്രാൻസിസ് നിന്നെ കൊന്നില്ലെങ്കിൽ നിന്നെ കൊല്ലുന്നത് ഞാനായിരിക്കും, മാർത്ത എന്ന് വോണിനോട് പറഞ്ഞു. അധികം വൈകാതെ ഫ്രാൻസിസ് അങ്ങോട്ടേക്ക് എത്തി. തന്റെ ക്ലൗഡ് നോട്ട്സ് ഒക്കെ ധരിച്ചായിരുന്നു ഫ്രാൻസിസിന്റെ വരവ്. പുറത്ത് സ്റ്റീവ് നിൽക്കുന്നുണ്ട്. ഫ്രാൻസിസിന്റെ കഴിവുകളോട് എന്നും സ്റ്റീവിന് വലിയ ബഹുമാനമായിരുന്നു. അങ്ങോട്ടേക്ക് കടന്നു വന്ന ഫ്രാൻസിസ് സ്റ്റീവിനോട് സംസാരിച്ചു. പിന്നാലെ അകത്തേക്ക് ചെന്ന് റിച്ചാർഡിന്റെയും വോണിന്റെയും മുമ്പിൽ എത്തി. പക്ഷെ അവരെ ആക്രമിക്കാൻ ഫ്രാൻസിസ് ഉദ്ദേശിച്ചിരുന്നില്ല. അവരെ വിട്ട് മാർത്തയെ രക്ഷപ്പെടുത്താൻ ഫ്രാൻസിസ് പോവുകയാണ്. വോണിന് ദേഷ്യം വന്നു. ഫ്രാൻസിസിനെ കൊണ്ട് റിച്ചാർഡിനെ കൊന്ന് റിച്ചാർഡിന്റെ ആസ്തിയും മറ്റും കൈവശപ്പെടുത്തലായിരുന്നു അത്രനാളും വോണിന്റെ ലക്ഷ്യം. അത് അവർ തമ്മിൽ തീർക്കാൻ വേണ്ടി തന്നെ തോക്കവിടെ വെച്ചിട്ടായിരുന്നു ഫ്രാൻസിസ് പോയത്. പിന്നാലെ വോൺ തന്നെ തോക്കെടുത്ത് റിച്ചാർഡിനെ വെടിവെച്ചു കൊന്നു. ഇതേസമയം മറുവശത്ത് ഫ്രാൻസിസ് മാർത്തയുടെ മുറിയിലേക്ക് എത്തുകയും മാർത്തയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഫ്രാൻസിസും മാർത്തയും അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ഹോപ്പർ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. മാർത്തയോട് രക്ഷപ്പെടാൻ ഫ്രാൻസിസ് പറഞ്ഞു. ഹോപ്പറും ഫ്രാൻസിസും ഏറ്റുമുട്ടാൻ ആരംഭിച്ചു. പക്ഷേ ഇതിനിടയിൽ മൂൺ വന്ന് മാർത്തയെ പിടിച്ചുകൊണ്ടുപോവാൻ ശ്രമം നടത്തി. തന്റെ കത്തിയെടുത്ത് മൂൺ മാർത്തയെ ആക്രമിക്കുകയാണ്. പക്ഷേ ഫ്രാൻസിസ് പഠിപ്പിച്ചു കൊടുത്ത സ്കില്ലുകളുണ്ടല്ലോ, മാത്രമല്ല ജന്മനാ കിട്ടിയ കഴിവുകളുമുണ്ട്. അതവൾ ആ നിമിഷം പ്രയോഗിക്കാൻ തുടങ്ങി. മൂണിന്റെ നീക്കങ്ങൾ അവൾ കൃത്യമായി മുൻകൂട്ടി നോക്കി കണ്ടു. വളരെയധികം കൃത്യമായി അവൾ അവനെ നേരെ തിരിച്ചടിച്ചു. അവിടെ നിന്ന് അവൾ പുറത്തു കിടക്കാൻ നോക്കുമ്പോഴാണ് വോൺ എതിരെ വരുന്നത്. തോക്കു ചൂണ്ടിയായിരുന്നു വരവ്. അവനെ ചൊടിപ്പിച്ച് അവനെ കൊണ്ട് അവൾ വെടിവെപ്പിച്ചു. പക്ഷെ തന്റെ സ്കില്ല് കൊണ്ട് ആ വെടിയുണ്ടയിൽ നിന്ന് അവൾ ഒഴിഞ്ഞു മാറി. ഒട്ടും മടിച്ചില്ല. പിന്നീട് അവൾ തിരിഞ്ഞ് വോണിനെ ആക്രമിച്ചു. ഞൊടിയിടയിൽ വോണിന്റെ തോക്ക് കൈവശപ്പെടുത്തി വോണിനെ അവൾ വെടിവെച്ചു കൊന്നു. പുറത്ത് ഹോപ്പറും ഫ്രാൻസിസും ഏറ്റുമുട്ടലായിരുന്നു. രണ്ടുപേരും ഒരേ തരത്തിൽ കഴിവുള്ളവരും സ്കില്ലുകളുള്ളവരുമാണല്ലോ. ഒടുവിൽ ഇടിച്ചു പരസ്പരം തോക്കു ചൂണ്ടി ഇരുവരും താഴെ വീണു. വെടിയുതിർത്താൽ രണ്ടുപേരും കൊല്ലപ്പെടും. ഫ്രാൻസിസിന് ഹോപ്പറെ കൊല്ലണമെന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്റെ ഗേൾഫ്രണ്ടിനോട് ഇനി ആരെയും കൊല്ലില്ലെന്ന് സത്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലില്ലെന്ന് പറഞ്ഞ് ഫ്രാൻസിസ് എഴുന്നേറ്റ് നടക്കുകയാണ്. ഹോപ്പർ അവിടെ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, തിരിഞ്ഞു നിൽക്കടാ, നിന്നെ പിന്നീന്ന് വെടിവെക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല.
ഫ്രാൻസിസ് അവിടെ നിന്ന് തിരിഞ്ഞു ഹോപ്പർ വെടിവെക്കാനാനു. പക്ഷെ അപ്പോഴേക്കും സ്റ്റീവ് കടന്നു വന്ന് ഹോപ്പറെ വെടിവെച്ചു കൊന്നിരുന്നു. ഫ്രാൻസിസ് സ്റ്റീവിനോട് പറഞ്ഞു, ഹോപ്പറിന്റെ തലയ്ക്ക് $5 മില്യൺ CIA വിലയിട്ടിരുന്നതാണ്. ആ തുക ഇനി നിനക്ക് കിട്ടും. നീ ഇപ്പോൾ ഒരു മില്യനെയർ ആണ്. പിന്നാലെ മാർത്ത പുറത്തേക്ക് വന്നു. ഇരുവരും വീണ്ടും ഒന്നിച്ചായി. കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഫ്രാൻസിസും മാർത്തയും വിയറ്റ്നാം സന്ദർശിക്കുകയാണ്. മാർത്തയ്ക്ക് ഡിനോസേഴ്സിലൊക്കെ താല്പര്യമുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട ടൂറിലായിരുന്നു ഇരുവരും. ആ സമയം ഒരു ഹിറ്റ്മാൻ അവരെ ടാർഗറ്റ് ചെയ്ത് സ്കോപ്പ് റെഡിയാക്കി നിന്നു. മുൻകൂട്ടി അത് മനസ്സിലാക്കി എന്ന പോലെ ഫ്രാൻസിസ് ഒരു ബോർഡ് എടുത്ത് കാണിച്ചു. അതിൽ എഴുതിയിരുന്നത്, എന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, അവൾ എവിടെയെന്ന മട്ടിലായിരുന്നു. താൻ പെട്ടെന്ന് ആ സ്നൈപ്പർക്ക് മനസ്സിലായി. അവൻ സ്കോപ്പിൽ നിന്ന് കണ്ണെടുത്ത് നോക്കിയപ്പോൾ അവനറിയാതെ അവൻ അരികിലെത്തി അവനെ കൊല്ലാൻ തോക്കു ചൂണ്ടി നിൽക്കുന്ന മാർത്തയായിരുന്നു കണ്ടത്. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.